3-4 വർഷമായി മുടി കളർ ചെയ്യുന്നുട്ടോ. ഒരേ പാർലറിൽ നിന്നാണ് കളർ ചെയ്യല്. ഈ സെയിം ബർഗണ്ടിയാണ് കളർ യൂസ് ചെയ്യാറ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ അവിടെ പോയിട്ട് തന്നെയാണ് ചെയ്തത്. എൻ്റെ ഒരു സുഹൃത്താണ് ആള്. അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് നല്ലൊരു ടീഷർട്ടായി ഞാൻ ഇട്ടത്. ആ ടീഷർട്ടിൻ്റെ മുകളിൽ ഒന്നായിട്ട് കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേസിൽ ഒന്നായിട്ട് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞാൻ അടങ്ങി നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളറായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ അടങ്ങി നിൽക്കാത്തത് കൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനും ഇങ്ങ് പോന്നു. അങ്ങനെ പിറ്റേന്നല്ല, അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ തല നനയ്ക്കുന്നത്. തല നനച്ച് ഒരു സിനിമയിൽ നമ്മുടെ ജയറാമേട്ടന് ഒരാൾ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഷാമ്പൂ ഇട്ട് കൊടുക്കുന്നൊരു കോമഡി കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഞാൻ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കളർ ഇങ്ങനെ ഇളകി പോരുക. എന്താ പറയുക, നമ്മൾ ബ്ലഡൊക്കെ പോകും പോലെ തോന്നുക എനിക്ക്. അത്രയ്ക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ ഒരു കളറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 1/2-3/4 മണിക്കൂർ ഞാൻ തല കഴുകി. ഒടുക്കം എനിക്ക് നടുവെട്ടൽ തുടങ്ങി. നടുവെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനാവില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ അതവിടെ വെച്ച് നിർത്തി തല തോർത്തി ഒരു യെല്ലോ ടീഷർട്ടായിരുന്നു ഇട്ടത്. കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒരു കളർഫുള്ളായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. അതിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. സോഫയുടെ സോഫയുടെ മറ്റേ കവറ് വൈറ്റ് കളറാണ്. അതെല്ലാം പിങ്ക് കളറായി. എൻ്റെ ബോഡി ഒന്നായിട്ട് പിങ്ക് കളറായി. ഈ ഇട്ട ടീഷർട്ട് പിങ്ക് കളറായി. അപ്പോൾ പലരും വിചാരിച്ച് നമ്മൾ ഓൺലൈനിലൊക്കെ ഏതെങ്കിലും കളർ കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് ഇതാക്കിയതാണ്. ഇവർ വർഷങ്ങളത്തെ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ജൂനിയറായിട്ടുള്ള ആളാണ്. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജൂനിയറായിട്ടുള്ള ആളാണ് എനിക്ക് കളർ ചെയ്ത് തന്നതൊക്കെ. അങ്ങനെ വീണ്ടും ഞാൻ ഷോപ്പിൽ പോയി. ഇന്നലെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 3 പ്രാവശ്യം അവർ വാഷ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിന് 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടുത്തെ ഓണർ ചേച്ചി പറഞ്ഞു, ഇത് ചിലപ്പോൾ ഇന്ന് ഇതാക്കിയ മുടിക്ക് ഡാമേജ് വരും, നമുക്ക് മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഇന്ന് ചെയ്യുമ്പം നമുക്ക് ഡാമേജ് വരുന്നത് മറ്റന്നാൾ ചെയ്യുമ്പം ഡാമേജ് വരാതിരിക്കാൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സൗഹൃദമല്ലേ, നമ്മൾ ഒരിക്കലും തെറ്റിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ഓക്കെ ചേച്ചി, ഞാൻ മറ്റന്നാൾ വന്നോളാം. അപ്പം മറ്റന്നാൾ വരുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യം കഴുകും, എന്നിട്ട് അവർ രണ്ടാമത് അവർ കളറ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അരുണ് പറഞ്ഞു, വേണ്ട, അവിടെ നിന്ന് തന്നെ ചെയ്യും നീന്ന് പറഞ്ഞു. എൻ്റെ നല്ലൊരു സുഹൃത്താണ്. നല്ലൊരു സുഹൃത്തെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷവും സങ്കടമൊക്കെ പറയാൻ പറ്റുന്നൊരു സുഹൃത്താണ്. പക്ഷേ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റൂല എന്ന് എനിക്കറിയാം. ആ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രൊഡക്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന ചെക്കനെയും ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ആ ചെക്കനും ഒരു പാവാണ്. അതിന് കമ്പനി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം നിലവിൽ വന്നതെന്ന് വെച്ചാൽ മുടി കളർ ചെയ്തതിൻ്റെ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് തലവേദനയും അതേപോലെ മേലൊക്കെ എനിക്കൊരു ചൊറിച്ചിൽ വരിക. അങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടതാണ്. കിട്ടാത്തത് കൊണ്ട് കാലുകാലം ഇട്ടത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. മനുഷ്യരുടെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കളർ ചെയ്യുന്ന, നിങ്ങൾക്കൊക്കെ എന്നെ കാണാൻ അറിയാമല്ലോ. അപ്പം എനിക്കുള്ളതൊക്കെ ഈ പറഞ്ഞ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ ചേച്ചീനെ എനിക്ക് അത്രയും വിശ്വാസവും അതിനേക്കാട്ടിലുപരി ചേച്ചീനെ എനിക്ക് ഇഷ്ടവുമാണ്. അങ്ങനെ പോയതാ. ചേച്ചിനെ കുറ്റം പറയുന്നല്ല കേട്ടോ. ഇനി ഇതിൻ്റെ ചുവട്ടിൽ വൈറ്റ് കളറാവും. തലന്ന് വേർത്താൽ കേട്ടോ, വേർപ്പ് വന്നാൽ സ്പോട്ടിന് എവിടെയാണോ എന്താണോ ഉള്ളത് അവിടെ വൈറ്റ് റെഡ് കളറിൽ വരിക. അയ്യോ, വല്ലാത്തൊരവസ്ഥ. ഇപ്പം എനിക്ക് സങ്കടമായിട്ടാണ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ട് പോയത്.
നാളെയോ മറ്റന്നാളോ ആയിട്ട് പോയി നോക്കട്ടെ. എൻ്റെ ഓണത്തിൻ്റെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെയ്ഡായിരുന്നു, പേയ്മെൻറ്റ് പറഞ്ഞിട്ടൊക്കെ ചെയ്തതായിരുന്നു. അത് പേയ്മെൻറ്റൊക്കെ തിരിച്ചയച്ചു കൊടുത്തു. എന്താ പറയുക, എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെല്ലാം കൂടിയും എനിക്കൊരു 5 6 കൂട്ടം ഇത് ഓണക്കോടി എടുത്ത് തന്നിട്ടുണ്ട്. 6ലും മേധ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൈഡിലായി പോയി. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹോസ്പിറ്റലിൽ കിടക്കാൻ ബൈസ്റ്റാൻഡർ ഉണ്ടോ? ബൈസ്റ്റാൻഡർക്ക് പിന്നെ എവിടെ പോയാലും ഒരു സീറ്റ് കിട്ടില്ല. സമയം എത്രയായിന്നറിയോ മാമാ? സമയം എന്തായി? 12:30 രാത്രി കേട്ടോ. പിന്നെ പുലർച്ച. ഞാൻ വിചാരിച്ചു രാത്രി അല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റിലേ പോയേക്കും. പുലർച്ചെ 12:30. സൗന്ദര്യം കൂട്ടാൻ പോയതായിരുന്നു. വെളുക്കാൻ തേച്ചത് പണ്ടായിന്ന് കേട്ടില്ലേ? ആ ഒരു അവസ്ഥയായിപ്പോയി. എന്തായാലും ഇതിന് റെഡിയായി കിട്ടുമെന്ന് വിചാരിക്കുക. എല്ലാവരും പറയായിരുന്നു നല്ല ഹെയറാണ് ജസ്ന, നല്ല ഹെയറാണ് ജസ്ന എന്ന് പറയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനല്ലേ, എന്തെങ്കിലും വഴി ഉണ്ടാവുമായിരിക്കും. ചേച്ചിനോട് ഒന്നും കൂടി ചോദിച്ചു നോക്കില്ല. എൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട് കോഴിക്കോട്, ഏറ്റവും വലിയ പറഞ്ഞതുപോലും ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. അവനെ വിളിച്ച് പറഞ്ഞാൽ അവനത് ശരിയാക്കി തരും. എന്ത് വില കൊടുത്തിട്ടും അവനത് ശരിയാക്കി തരും. അതൊക്കെ നമുക്കൊരു വിശ്വാസമാണ്. അതേ വിശ്വാസം കൊണ്ട് തന്നെ പോയതാണ്. കൊയിലാടിൻ്റെ കണക്കിന് പാർലറുണ്ട്. ഒട്ടുമിക്കതും എൻ്റെ സുഹൃത്തുക്കളുമാണ്. സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുമാണ്. പക്ഷെ ഇതെൻ്റെ അങ്ങനെ ഇഷ്ടപ്പെട്ട ചേച്ചി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല. മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ വെച്ച് കൊടുത്തു. റെഡിയാക്കി തരും. എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. ഇപ്പം ആ വിശ്വാസം പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാൻ ഹോസ്പിറ്റലിലായിട്ട്. അതിൽ എനിക്ക് വിഷമമുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഹോസ്പിറ്റലാവുന്നത്. എന്തരാവോ എന്തോന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ എനിമികൾക്ക് സന്തോഷമായല്ലോ, ഇത്രമാത്രം മതി. ഹോസ്പിറ്റലിലേക്ക് വരുന്നതും പോകുന്നതൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റുന്നില്ലടോ. അപ്പം ഞാൻ പിന്നെ ഇവിടെ ബെഡിൽ മരുന്ന് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. മരുന്ന് കുറച്ച് ഡോസാണ്. അപ്പം നാവൊക്കെ എന്താ പറയുക, പറയുന്നത് തിരിയാതെ വരും. അതുകൊണ്ട് മെല്ലെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരോടും ബൈ.